കളക്ടറേറ്റിന് മുന്നിലാണ് കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് ഉള്ള പ്രതിഷേധ സമരം. ഇടുക്കിയിലും പ്രതിഷേധം നടക്കുകയാണ്. രണ്ടിടങ്ങളിൽ നിന്നുമുള്ള കോഴിക്കോട് നിന്നും ഇടുക്കിയിൽ നിന്നുമുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. രതീഷ് വാസുദേവനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. രതീഷ്, പ്രതിഷേധ പ്രകടനം സംഘർഷത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് അവിടെ ഉള്ളത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, തീർച്ചയായും നേരത്തെ കളക്ടറേറ്റിന്റെ കവാടത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അതിന്റെ ഉദ്ഘാടനം കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനത്തിന് ശേഷമാണ് പ്രവർത്തകർ വലിയ തോതിൽ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റത്തിലേക്ക് വന്നത്. ബാരിക്കേഡ് തള്ളിമറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ ജലപീരങ്കി ഉപയോഗിച്ചു. തുടർന്ന് ഇപ്പോൾ കോഴിക്കോട് കളക്ടറേറ്റിലാണ് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ നടക്കുന്നത്. ആരോഗ്യ വകുപ്പിനെതിരെയാണ് പ്രതിഷേധം. അത് സംഘർഷത്തിൽ കലാശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പോലീസുമായി വാക്കേറ്റം, കയ്യേറ്റം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോഴിതാ അവിടെ കയ്യേറ്റം നടക്കുന്നു. പോലീസ് ബലപ്രയോഗത്തിലൂടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവത്തിന് പിന്നാലെ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമാണ്. ഇപ്പോൾ അവിടുത്തെ തത്സമയ ദൃശ്യങ്ങളിൽ ആലപ്പുഴയിലും പ്രതിഷേധ പ്രകടനം കാണുകയാണ്. എന്നാലും ചില തെറ്റങ്ങളുണ്ട്.
കോഴിക്കോട് പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്. കോഴിക്കോട് നിന്നും ആലപ്പുഴയിൽ നിന്നുമുള്ള ദൃശ്യങ്ങളുടെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. ആരോഗ്യ വകുപ്പിനെതിരെ സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. പ്രതിഷേധം തെരുവിൽ ഇരമ്പുന്ന കാഴ്ച. രതീഷ് വാസുദേവൻ ചേർന്നു വിവരങ്ങളുമായി. രതീഷ്, അവിടെ ബലപ്രയോഗത്തിലൂടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് നോക്കുന്നത്. അത് ആ ശ്രമങ്ങൾ ഏതുവരെ എത്തി? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ഈ പ്രതിഷേധ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ പ്രതിഷേധത്തിൽ കലാശിച്ചത്. പോലീസുമായി സംഘർഷത്തിലേക്ക് നയിച്ചതും അതാണ്. ഇപ്പോൾ ദേശീയപാതയിൽ ഉൾപ്പെടെ ഇവർ ബാരിക്കേഡ് ഉൾപ്പെടെ ഇട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധം ശക്തമാക്കിയത്. തുടർന്നാണ് പോലീസ് വളരെ അടിയന്തരമായി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്. എന്തായാലും വലിയ സംഘർഷാവസ്ഥയിലേക്ക് പോകേണ്ട സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ജലപീരങ്കി നിരവധി തവണ പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാത്ത പ്രവർത്തകരാണ് ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് സമരം ശക്തമാക്കിയത്. തുടർന്നാണ് പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നത്. എന്തായാലും ഈ പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിലും സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നു. പോലീസുമായി വലിയ തരത്തിലുള്ള സംഘർഷം ഉണ്ടാവുന്നു എന്നതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും ശക്തമായ പ്രതിഷേധത്തിന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ഇപ്പോൾ ഈ കളക്ടറേറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി ഈ ദേശീയപാത ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ട് നടത്തുന്നത്. വലിയ തരത്തിൽ പോലീസിന്റെ സന്നാഹം ഉണ്ടായിരുന്നെങ്കിലും നിരവധി തവണ ജലപീരങ്കി ഉപയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല. തുടർന്ന് ബാരിക്കേഡ് ഉൾപ്പെടെ റോട്ടിൽ മറിച്ചിട്ടുകൊണ്ട് ഗതാഗതം തടസ്സപ്പെടുത്തി. തുടർന്നാണ് ഇവരെ അടിയന്തരമായി അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത്. തുടർന്ന് ഈ അറസ്റ്റ് ഉൾപ്പെടെ പ്രതിരോധിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ദേശീയപാതയിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴും പോലീസുമായി വാക്കേറ്റവും സംഘർഷവും തുടരുകയാണ്. പോലീസ് വാഹനത്തിന് മുന്നിൽ കയറി നിന്നുകൊണ്ട് ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അറസ്റ്റിന് സഹകരിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധം ഉയർത്തി പോലീസിന് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ലക്ഷ്മി, തൃശ്ശൂരിലും പ്രതിഷേധം നടക്കുന്നുണ്ട്. തൃശ്ശൂരിലെ ദൃശ്യങ്ങളാണ് സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് കാണുന്നത് പ്രേക്ഷകർ. വിവിധ ഇടങ്ങളിൽ നിന്ന് പ്രതിഷേധ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ ഈ ദിവസവും വരികയാണ്. സമരത്തിന്റെ ഗതി മാറും. രൂപം മാറും, ഭാവം മാറും. ആരോഗ്യമന്ത്രി രാജിവെക്കുക. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പ്രതിഷേധ പ്രകടനമാണ് കാണുന്നത്. ആലപ്പുഴയിൽ നിന്ന് കോഴിക്കോട് എന്നിവിടങ്ങളിലെ പ്രതിഷേധ പ്രകടനത്തിന്റെ കാഴ്ചകളാണ് കാണുന്നത്.
തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. മൂർച്ഛിക്കുന്ന കാഴ്ചയാണ് കോഴിക്കോട് കാണുന്നത്. കോഴിക്കോട് കളക്ടറേറ്റിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനമുണ്ടായത്. ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമാണ് കാണുന്നത്. ഈ ദിവസങ്ങളിൽ ഇന്നും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഓരോ ഇടങ്ങളിലും കാണാൻ സാധിക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്.